ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. EP ജയരാജനുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലിൽ BJP നേതൃയോഗത്തിൽ അതൃപ്തി പരസ്യമാക്കി പ്രകാശ് ജാവദേക്കർ. പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തുവെന്ന വിമർശനമുയർന്നു. പാർട്ടി പലരുമായും കൂടിക്കാഴ്ച നടത്തും, അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണെന്നും ജാവദേക്കർ വിമർശിച്ചു. വി മുരളീധരനെതിരെ ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു. തന്നെ തോൽപ്പിക്കാൻ വി മുരളീധര പക്ഷം ശ്രമിച്ചുവെന്ന് ശോഭാ സുരേന്ദ്രൻ നേതൃയോഗത്തിൽ തുറന്നടിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രതീഷ്, BJP തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംസ്ഥാന നേതൃയോഗമാണ്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ് യോഗത്തിന്റെ അജണ്ട തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ഇതുവരെ പാർട്ടി നേതൃയോഗത്തിൽ നടന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നേതൃയോഗത്തിൽ തന്നെ നേതാക്കൾ അതൃപ്തി പരസ്യമാക്കുന്നു. നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനം ഉയരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണങ്ങളാണ്. മാധ്യമങ്ങളോട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് കേരള പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ പരസ്യമാക്കിയിരിക്കുന്നത്. ഈ പല നേതാക്കളുമായും BJP കൂടിക്കാഴ്ച നടത്താറുണ്ട്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും പല നേതാക്കളുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തും. അതിനുശേഷം അവർ BJPയിലേക്ക് വരാറുമുണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ച നടത്തുന്നത്, തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നതാണ് പ്രകാശ് ജാവദേക്കർ പറയുന്ന കാര്യം. മാത്രമല്ല, ഇത് തുറന്നു പറഞ്ഞതിലൂടെ പാർട്ടിയുടെ തന്നെ ഒരു വിശ്വാസ്യത തകർന്നു എന്നതാണ് പ്രകാശ് ജാവദേക്കർ അതൃപ്തിയായി പറഞ്ഞത്. ഈ പാർട്ടി പലരുമായും കൂടിക്കാഴ്ച നടത്തുന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യം കൂടി പ്രകാശ് ജാവദേക്കർ ഈ യോഗത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച നടന്നുവെന്ന് സ്ഥിരീകരിച്ച K സുരേന്ദ്രന്റെ നിലപാടും ശരിയല്ല എന്ന് പ്രകാശ് ജാവദേക്കർ ഈ യോഗത്തിൽ പറയുന്നുണ്ട്. ഈ ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി സംസ്ഥാന നേതാക്കൾ തുറന്നു പറയുന്നത് ശരിയല്ല എന്നതാണ് പ്രകാശ് ജാവദേക്കർ ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം. ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് സംസ്ഥാന നേതാക്കൾ മുതിർന്നാൽ മറ്റു പാർട്ടിയിലുള്ള നേതാക്കൾ എങ്ങനെ BJPയിലേക്ക് എന്നും പ്രകാശ് ജാവദേക്കർ ചോദിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ചെയ്ത നടപടി തെറ്റാണ്, പരസ്യ പ്രതികരണം നടത്തിയ നടപടി തെറ്റാണ് എന്നും ഈ യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രകാശ് ജാവദേക്കറെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ഈ മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തന്നെ മുതിരാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് ഈ പാർട്ടിയിൽ തന്റെ നിലപാട്, ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്ന സൂചനയും ഉണ്ടായിരുന്നു. ആ നിലപാടിനപ്പുറം ഈ വലിയ അതൃപ്തി, വലിയ വിമർശനം കൂടി യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളാണ് പ്രധാനമായും നടക്കുന്നതെങ്കിൽ കൂടിയും ഈ പല മണ്ഡലങ്ങളിലും വിഭാഗീയത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന സ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇന്ന് നേതൃയോഗത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുകയുണ്ടായോ? പ്രകാശ് ജാവദേക്കർ ഇത്രയും കടുത്ത വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രൻ അതിന് മറുപടി പറഞ്ഞു. അവർ വി മുരളീധരൻ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മുരളീധര പക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ യോഗത്തിൽ. സ്വാഭാവികമായും ഈ വിഷയത്തിനും കൂടി മറുപടി ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണുമല്ലോ, അല്ലേ? EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രൻ ഒരു വിശദീകരണം സ്വാഭാവികമായും നടത്തിയിട്ടുണ്ടായിരിക്കും. അതിന്റെ വിശദാംശങ്ങൾ കൂടി അല്പസമയത്തിനകം ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം അത്രത്തോളം കടുത്ത അതൃപ്തി തന്നെയാണ് പ്രകാശ് ജാവദേക്കർ ഈ യോഗത്തിൽ മുന്നോട്ട് വച്ചത്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ എന്ത് വിശദീകരണമാണ് ഈ യോഗത്തിൽ നൽകിയത് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടാകുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഭാഗീയത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. അതിൽ ഇപ്പോൾ ഗുരുതരമായ ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ആലപ്പുഴയിൽ വി മുരളീധര പക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അതായത് ഈ വോട്ട് മറിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പ്രതികൂലമായി ബാധിച്ചുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തൃശ്ശൂരിലും ആലപ്പുഴയിലും കോഴിക്കോടുമാണ് ഇത്തരത്തിൽ വിഭാഗീയത പ്രശ്നമുണ്ടാക്കിയതും. അത് തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക കൂടി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളായ PK കൃഷ്ണദാസും MT രമേശും AN രാധാകൃഷ്ണനും നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കോഴിക്കോടും സമാനമായ ഒരു പ്രശ്നം നേരത്തെ MT രമേശ് ഉന്നയിച്ചിരുന്നു. ഈ അതൃപ്തി കൊണ്ടാണോ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. നേതാക്കൾ തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം വൈകിട്ട് 3 മണിയോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒപ്പം BJP കോർ കമ്മിറ്റി യോഗവും ഇന്ന് നടക്കും.
രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് BJP നേതൃയോഗത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. ഒന്ന്, വി മുരളീധര വിരുദ്ധർ എന്ന് വെച്ചാൽ PK കൃഷ്ണദാസിനെ അനുകൂലിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലിൽ കേന്ദ്ര നേതൃത്വത്തിനുള്ള ദേശീയ നേതൃത്വത്തിനുള്ള അതൃപ്തി പ്രകാശ് ജാവദേക്കർ നേരിട്ട് യോഗത്തിൽ അറിയിച്ചു എന്നതാണ്. മറ്റൊന്ന്, ആലപ്പുഴയിൽ തന്നെ പരാജയപ്പെടുത്താൻ വി മുരളീധര അനുകൂലികൾ ശ്രമിച്ചു എന്ന ശോഭാ സുരേന്ദ്രന്റെ വിമർശനമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് BJP ഭാരവാഹി യോഗത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന യോഗത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ലഭിച്ച തെളിവുകളെ സംബന്ധിച്ച് വ്യക്തത നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാകണമെന്ന് സുപ്രീം കോടതി. അനന്തമായി അന്വേഷണം നീണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ല. 2 വർഷത്തോളമായി ഇനിയും അന്വേഷിക്കാനുണ്ട് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കാട്ടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയോട് ഈ വിമർശനം ഉണ്ടായത്. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇതിൽ ഒരു ഇടക്കാല ജാമ്യം വേണമെന്നായിരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ജാമ്യം, ആ ഘട്ടത്തിൽ ഒരു ജാമ്യം അനുവദിക്കണമെന്നൊരാവശ്യം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്നുണ്ട്. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അത് ഡൽഹി ഹൈക്കോടതി നിരാകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ? EDയുടെ മറുപടി ഇന്നുണ്ടായിട്ടുണ്ടോ ഈ ചോദ്യങ്ങളോട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് വിജയകുമാർ. അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായി ഉള്ള ഭാഗങ്ങൾ നീക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം അദ്ദേഹം കൂടുതലായിട്ട് ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നത് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് PMLAയുടെ സെക്ഷൻ 19 അനുസരിച്ചാണ് അറസ്റ്റ് നടപടിക്രമങ്ങൾ ഉള്ളത്. ഈ അറസ്റ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് ആ വകുപ്പ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ആ വകുപ്പ് പറയുന്നത് പ്രകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കെജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ഈ PMLA ആക്ടിലെ സെക്ഷൻ 19 നിലനിൽക്കുന്നിടത്തോളം തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചു. ഇതിനുള്ള മറുപടിയാണ് EDയുടെ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ് EDയെ പ്രതിനിധീകരിച്ച് ഹാജരായത്. അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കുന്ന ഘട്ടത്തിലാണ് ഇടപെട്ടുകൊണ്ട് കോടതി ചില നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. കോടതി പറഞ്ഞതനുസരിച്ച് ഈ അന്വേഷണം ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി. തെളിവുകളെ സംബന്ധിച്ച് ഈ വിവിധ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ എത്തുന്ന ഘട്ടത്തിലും തെളിവുകൾ സംഭരിച്ചു വരികയാണ് എന്ന വാദമാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. 2 വർഷമായിട്ടും തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ സൂചന നൽകുന്നതാണ്. അതുകൊണ്ട് തെളിവുകൾ എന്തൊക്കെയാണ് ലഭ്യമായത് എന്നത് സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ED നൽകണം എന്നാണ് കോടതി പറഞ്ഞത്. പ്രതി ചേർക്കപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എത്രമാത്രം പ്രസക്തമാണ് എന്നതിനെ സംബന്ധിച്ച് പരാതി ഉന്നയിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ ഘട്ടങ്ങളിൽ അനിവാര്യത ബോധ്യപ്പെടുത്താനായിട്ടുള്ള ബാധ്യത അത് നിയമപരമായി തന്നെ EDക്കുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്ന വ്യക്തത ED വരുത്തേണ്ടതാണ് എന്നാണ് കോടതി പറഞ്ഞത്. അനന്തമായി കേസ് വൈകിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ഒരു ഘട്ടത്തിലും ഭൂഷണമല്ല. ഈ PMLA ആക്ട് ആണെങ്കിലും പ്രതികൾക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടണം എന്നതടക്കമുള്ള നിരീക്ഷണങ്ങളും കോടതി പങ്കുവച്ചു. ഇപ്പോഴും കോടതിയിൽ ഈ വാദം തുടരുകയാണ്. ഇനി ഇതിന് മറുപടിയായിട്ട് ഈ ED ഉന്നയിച്ച കാര്യങ്ങളിൽ മറുപടി എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കും. പ്രധാനപ്പെട്ട വിമർശനം എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉന്നയിച്ചത് ഒരു സപ്തനക്ഷത്ര ഹോട്ടലിൽ ഗോവയിൽ താമസിച്ച് അദ്ദേഹം ഹവാല ഇടപാടുകൾക്ക് നേതൃത്വം നൽകി. 100 കോടി രൂപയോളം ഹവാല ഇടപാടുകൾക്ക് നേതൃത്വം നൽകി. അതിൻ്റെ തെളിവുകൾ ലഭിച്ചു എന്നാണ് ED ഇന്ന് പ്രധാനമായിട്ടും അവകാശപ്പെട്ടത്. വിജയ്, അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കാട്ടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും ചോദ്യങ്ങളും ഉണ്ടായത്. കേസിൽ വാദം തുടരുകയാണ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. നാളെ രാവിലെ 10 മണിക്ക് അദ്ദേഹം ചുമതലയേൽക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ്. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്നും. ജയശങ്കർ, ഇന്നും ഈ ചോദ്യം മാധ്യമങ്ങൾ സുധാകരനോട് ചോദിച്ചിരുന്നു. ഞാനാണിപ്പോഴും KPCC അധ്യക്ഷൻ, എപ്പോൾ വേണമെങ്കിലും പദവി ഏറ്റെടുക്കാം, അതിന് തടസ്സമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈക്കമാൻഡ് ഒടുവിൽ ഈ ചുമതല തിരികെ ഏറ്റെടുക്കാൻ സുധാകരനോട് പറഞ്ഞു എന്ന് വേണം കരുതാൻ. അത് കോൺഗ്രസിനകത്തൊരു വലിയ ചർച്ചയായിരുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരൻ മടങ്ങി വരുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഇത് വേറൊരു ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൂടിയായിരിക്കാം ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ എന്ന് വേണം കരുതാൻ, അല്ലേ?
അതായത് കെ സുധാകരൻ തന്നെ ഹൈക്കമാൻഡിനോട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവ് സംബന്ധിച്ച വലിയ ചർച്ചകളുണ്ടായിരുന്നു. കെ സുധാകരന് കഴിഞ്ഞ ദിവസം ഫേസ് പോസ്റ്റ് ഉൾപ്പെടെ ഇടേണ്ടി വന്നു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരാമെന്ന താല്പര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ കൂടി താല്പര്യം പരിഗണിച്ചാണ് നേരത്തെ ഇത്തരത്തിലൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പോലും താൻ ഇപ്പോഴും KPCC അധ്യക്ഷനാണെന്നും ഏത് നിമിഷവും മടങ്ങി വരാമെന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. ആ മാധ്യമങ്ങളോട് ആ മറുപടി പറഞ്ഞ മിനിറ്റുകൾക്കുള്ളിലാണ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം പുറത്തു വരുന്നത്. കെ സുധാകരൻ വീണ്ടും KPCC അധ്യക്ഷന്റെ ചുമതല ഏറ്റെടുക്കുന്നു. നാളെ 10 മണിക്ക് ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചായിരിക്കും ഈ ചുമതല KPCC ആക്ടിംഗ് പ്രസിഡന്റ് MMSൽ നിന്നും ഏറ്റെടുക്കുക. കോൺഗ്രസിലെ ഒരു വിഭാഗം കെ സുധാകരന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ മാറ്റി പുതിയ നേതൃത്വം പാർട്ടിക്ക് വരണമെന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ ചില ചർച്ച കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്നു. കാരണം സുധാകരൻ വന്നതിന് ശേഷം പാർട്ടിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വലിയ വളർച്ച ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന വിഷയം. ഒപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്ന പുനഃസംഘടനയും ഇവർ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. ഈ ഒരു ആവശ്യങ്ങളെല്ലാം ഒരു വിഭാഗം ഉന്നയിക്കുന്നതിനിടെയാണ് സുധാകരൻ എന്തായാലും തിരിച്ചെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ KPCC അധ്യക്ഷ സ്ഥാനം ചുമതല വീണ്ടും ഏറ്റെടുത്തതിന് ശേഷം സുധാകരന്റെ വിശദമായ പ്രതികരണം ഉണ്ടാകും. വിവാദങ്ങൾക്കൊക്കെ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായ കൃത്യമായ ഒരു മറുപടി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ തന്നെയാണ് KPCC അധ്യക്ഷൻ, എപ്പോൾ വേണമെങ്കിലും ചുമതല ഏറ്റെടുക്കാമെന്നായിരുന്നു രാവിലെ സുധാകരൻ പറഞ്ഞത്. നാളെ രാവിലെ 10 മണിക്ക് അദ്ദേഹം ചുമതലയേൽക്കും എന്നതാണ് ഏറ്റവും പുതിയ വിവരം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തിരികെ വരികയാണ്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്. ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനും എതിരായ പരാതിയിൽ LDF കൺവീനർ EP ജയരാജന്റെ മൊഴിയെടുത്തു. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിലാണ് മൊഴിയെടുത്തത്. വി ജയശങ്കർ ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന്. ജയശങ്കർ, കേസന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിനോടകം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൈമാറി എന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? അതായത് വിജയകുമാർ ഇതുവരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും അതിന് പിന്നിൽ ഉള്ള സംശയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കഴക്കൂട്ടം ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് EP ജയരാജൻ മൊഴിയായി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തി ദല്ലാൽ നന്ദകുമാറും ഒപ്പം KPCC അധ്യക്ഷൻ കെ സുധാകരനും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് നിലവിൽ EP ജയരാജൻ നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരാനുണ്ട്. എന്തായാലും തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന ഇവരെല്ലാം ചേർന്ന് നടത്തി തന്നെ ഇരയാക്കാൻ ശ്രമിച്ചു, തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പൊതുസമൂഹത്തിന് മുമ്പിൽ തൻ്റെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു. അത്തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. കഴക്കൂട്ടം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുപ്പ് നടത്തി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദല്ലാൽ നന്ദകുമാറിന്റെയും കെ സുധാകരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ഉൾപ്പെടെയുള്ള മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. EP ജയരാജനും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുമെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് EP ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിലാണ് ഈ നടപടിക്രമം ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത്. കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും അന്വേഷണ സംഘമെന്നാണ് വിജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ വിമർശനവുമായി UDFും BJPയും. രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി എന്നായിരുന്നു കെ സുധാകരന്റെ പരിഹാസം. യാത്രയുടെ സ്പോൺസർ ആരെന്ന് വെളിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ചട്ടലംഘനമില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ മറുപടി പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണ് മുഖ്യമന്ത്രി. എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത്? ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സിൽ അദ്ദേഹത്തിന് പോകാം. പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്? അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. അതെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം പോയിട്ട് വരട്ടെ. അതിനാണ് നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത്? എല്ലാ കാര്യം നിങ്ങളോട് പറയണോ? ഞങ്ങൾ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇതിലിപ്പോൾ LDF കൺവീനർ EP ജയരാജനോട് ഈ യാത്രയുടെ സ്പോൺസർ ആരെന്ന ചോദ്യത്തിന് അദ്ദേഹം ഒഴിഞ്ഞുമാറി ഒരു മറുപടി, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു എന്താണ് അത്തരമൊരു വിശദീകരണമാണ് നൽകുന്നത്. ഇതിലെ സ്പോൺസർ ആര് എന്ന് സർക്കാർ തന്നെ അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണമെന്ന ആവശ്യം ഇതിനോടകം KPCC അധ്യക്ഷൻ ഉയർത്തുന്നു, V മുരളീധരൻ കേന്ദ്രമന്ത്രി ഉയർത്തുന്നു. അപ്പോൾ ആ നിലയിൽ ഇതൊരു രാഷ്ട്രീയ വിവാദമായി സംസ്ഥാനത്ത് മാറുന്നു എന്ന് വേണമോ കരുതാൻ? വിജയകുമാർ, തീർച്ചയായും. കാരണം മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെ ചൊല്ലി ഇപ്പോൾ തന്നെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ BJP ആണ് ആരോപണങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വന്നത്. ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന കാര്യം. അതിൽ ചില ആരോപണങ്ങൾ കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രയുടെ സ്പോൺസർഷിപ്പ് ആരെന്ന് വ്യക്തമാക്കണം എന്നതാണ് BJP ഉന്നയിക്കുന്ന കാര്യം. രാവിലെ മാധ്യമങ്ങളെ കണ്ട V മുരളീധരനാണ് ഇക്കാര്യം പറഞ്ഞത്. ഇത് സ്പോൺസർഷിപ്പ് യാത്രയാണോ എന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും V മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനം ഒരു കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഉത്തരവാദിത്തം പോലും നിറവേറ്റാതെ പോകുന്നത് ശരിയല്ല. മാത്രമല്ല, ഈ പദവി പോലും മറ്റൊരാൾക്ക് കൈമാറാതെയാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇവിടെ നിന്ന് പോയത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് അറിയണമെന്നുമാണ് V മുരളീധരൻ ചോദിച്ച കാര്യം. ഇതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ട K സുധാകരനും മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം നടത്തിയത് സ്പോൺസർഷിപ്പ് പരിപാടിയാണെന്ന് സംശയിക്കുന്നു. മുഖ്യമന്ത്രി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ഇവിടെ നിന്ന് ഒളിച്ചോടുന്നുവെന്നും K സുധാകരൻ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും ഇടതുമുന്നണി തള്ളുകയാണ്. കൃത്യമായും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് യാത്ര പോയത് എന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഇത് സ്പോൺസർഷിപ്പാണോ, ഇതിന്റെ ചെലവ് ആരാണ് വഹിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് EP ജയരാജൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ മറ്റ് വിശദീകരണം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും നിർണായകം. സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിശദീകരണം ഉണ്ടാകാനും ഇടയില്ല. വിജയകുമാർ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്വകാര്യ സന്ദർശനമാണെങ്കിൽ കൂടി അതിന്മേൽ വലിയ രാഷ്ട്രീയ വിവാദം സംസ്ഥാനത്ത് കനക്കുകയാണ്. ഇക്കാര്യത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ല, നിയമവിരുദ്ധമായി ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു. കൂടുതൽ പ്രതികരണങ്ങൾ ഈ രാഷ്ട്രീയ വിമർശനങ്ങൾക്കെതിരായ അല്ലെങ്കിൽ അതിനുള്ള മറുപടി CPM-ൽ നിന്നുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മൂന്നാം ഘട്ടം ബൂത്തിൽ ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് വോട്ടെടുപ്പ്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ઇલેક્શન કમિશનની અનેક વ્યવસ્થાઓ હું ઇલેક્શન કમિશનનું એટલા માટે પણ અભિનંદન કરું છું કે એમણે ઇલેક્શન કેમ્પેન વોટર ફ્રેન્ડલી મેનેજમેન્ટમાં એમણે ધ્યાન કેન્દ્રિત કર્યું છે. ઇવન આજે પણ મેં એમની એક ઘડિયાળ જોઈ, જે ઘડિયાળ મતદારને લગાતાર એલર્ટ કરે છે કે તમારું મતદાન થયું, અને બધાના મોબાઈલ પર એ ઘડિયાળ અવેલેબલ છે. તો ઇલેક્શન કમિશને પણ ટેકનોલોજીનો ભરપૂર ઉપયોગ કર્યો છે. നിർണായക മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 10 സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നതിന്